റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഫീമെയിൽ പാർട്ട്ണറും മെയിൽ പാർട്ട്ണറും പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. മെയിൽ പാർട്ട്ണർ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാനും കൂടുതൽ അതിനെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ച് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതുമായിട്ടാണ് കാണാറ്. എന്നാൽ ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ കാണണമെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളൊരു നീഡിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അതിനെ സംസാരിച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോൺവെർസേഷൻസിലേക്ക് മാത്രമേ അത് ലീഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാക്സിമം അവിടെ ഒരു കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യുകയും പിന്നീട് എപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം എന്നുള്ളൊരു ക്ലാരിറ്റിയിൽ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മെയിൽ പാർട്ട്നേഴ്സ് എപ്പോഴും ലോജിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ആവും പറയുന്നുണ്ടാവുക. ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ വാലിഡേഷൻ മാത്രം മതി. എക്സാമ്പിളായിട്ട് സാരല്ല, പോട്ടെ എന്നുള്ളൊരു വാക്ക് മാത്രം മതി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിൻ്റെ നീഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിലേഷൻഷിപ്പ് പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ എളുപ്പമായിരിക്കും.